നമസ്കാരം കേരള. വയനാട് മുണ്ടക്കയിൽ സമാനതകളില്ലാത്ത ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത്. ദുരന്ത ഭൂമിയിൽ സജ്ജീകരിച്ചിട്ടുള്ള അനേകം ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ആവശ്യ വസ്തുക്കളുമായി നിരവധി ലോറികൾ, നിരവധി സംഘടനകൾ മുഖേന ഇന്നലെ രാത്രി തന്നെ പുറപ്പെട്ടിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ആവശ്യ വസ്തുക്കളുമായി വന്നിട്ടുള്ള വാനുകൾ അല്ലെങ്കിൽ ലോറികൾ നിന്നുള്ള സാധനങ്ങൾ കളക്ട് ചെയ്യുന്ന കളക്ഷൻ പോയിന്റിലാണ് നമ്മളുള്ളത്. ഇതുപോലെ നിരവധി കളക്ഷൻ പോയിന്റുകൾ ഇവിടെ മേപ്പാടി റോഡുകളിൽ പലയിടങ്ങളിലുമായി സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള വസ്തുക്കൾ, ആവശ്യ വസ്തുക്കൾ ആവശ്യം ക്രമീകരിച്ച് പരിഗണിച്ചുകൊണ്ട് നിരവധി ക്യാമ്പുകളിലേക്ക് എത്തിക്കുന്നുണ്ട് എന്നാണ് ലഭിച്ച വിവരം. കൂടുതൽ വിവരങ്ങൾ നമുക്ക് ചോദിച്ചു തന്നെ അറിയാം. ചേട്ടാ, അപ്പോൾ എവിടേക്കാണ് വിതരണങ്ങൾ, എങ്ങനെയാണ് ഇതിൻ്റെ? ഇത് നമ്മൾ ഈ സംസ്ഥാനത്തിനകത്ത് ഡിവൈഎഫ്ഐയുടെ വിവിധ കമ്മിറ്റികൾ അവിടുന്ന് അവർ ശേഖരിച്ചുള്ള സാധനങ്ങൾ ഇങ്ങോട്ട് എത്തിക്കുകയാണ്. അപ്പോൾ നമ്മളത് ഇവിടെ പ്രവർത്തിക്കുന്ന 5 ക്യാമ്പുകളിലേക്കായിട്ട് പിന്നെ ഈ സാധനങ്ങൾ ആവശ്യത്തിനനുസരിച്ചിട്ട് കൊടുക്കുന്നു. ഇന്നലെ നമ്മൾ വന്ന സാധനങ്ങൾ വിംസ് ആശുപത്രിയിലും അവിടുന്ന് രക്ഷാപ്രവർത്തനം കഴിഞ്ഞിട്ട് അവർ ആ ഡ്രസ്സോടെയാണ്, നനഞ്ഞ ഡ്രസ്സോടെയും അഴുക്കും ഒക്കെ ആയിട്ട് വന്നത്. അവർക്കൊക്കെ ഈ സ്ത്രീകൾക്കുള്ള സാനിറ്ററി പാഡ് അടക്കമുള്ള സാധനങ്ങൾ നമ്മൾ ഇവിടുന്ന് ആവശ്യാനുസരണം ആ ക്യാമ്പിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. ക്യാമ്പിലും നമ്മുടെ സഖാക്കൾ നിൽക്കുന്നത്. ഇവിടെ മേപ്പാടി ക്യാമ്പ് പ്രവർത്തിക്കുന്ന കോട്ടമല പിന്നെ സ്കൂളിൽ, പിന്നെ ഇവിടെ മേപ്പാടി ഗവൺമെൻറ് LP സ്കൂളിലും ഹൈസ്കൂളിലും സെൻറ്റ് ജോസഫ് സ്കൂളിൽ ഒക്കെയാണ് ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത്. 5 ക്യാമ്പുകളാണ് ഇവിടെ നിലവിൽ പ്രവർത്തിക്കുന്നത്. ഈ ക്യാമ്പുകളിലേക്കാണ് നമ്മുടെ ഈ വസ്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ, ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ DFI പ്രവർത്തകർ എന്നുള്ള രൂപത്തിൽ തന്നെ എത്തിച്ചു കൊടുക്കുന്നത്. എത്ര മണിയോടെയാണ് അവിടെ എത്തിക്കാൻ സാധിക്കുന്നത്? അത് നമ്മുടെ ഇപ്പോൾ കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. രാവിലെ മുതൽ നമ്മളിപ്പോൾ രാവിലെ ഏറ്റവും ആദ്യം ബ്രഷും പേസ്റ്റും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ നമ്മൾ രാവിലത്തെ എല്ലാ ക്യാമ്പിലേക്കും കൊടുത്തു. അതേപോലെയുള്ള സാധനങ്ങൾ ഓരോ ആവശ്യാനുസരിച്ചും നമ്മുടെ ക്യാമ്പിലും നമ്മുടെ സഖാക്കളുണ്ട്. അവരുടെ നിർദ്ദേശം വരുന്നതിനനുസരിച്ച് നമ്മുടെ സാധനങ്ങൾ അങ്ങോട്ട് എത്തിക്കുന്നതാണ്. നമ്മൾ ഇന്നലെ രാത്രിയാണ് പോകുന്നത്. മലപ്പുറത്ത് നിന്നാണ് വരുന്നത്. മലപ്പുറത്തെ 3 ബ്ലോക്ക് കമ്മിറ്റികൾ, അതായത് മലപ്പുറം, വേങ്ങര, മഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റികളിൽ നിന്നുള്ള ആവശ്യ സാധനങ്ങളാണ് ഇവിടെ എത്തിച്ചേർത്തിട്ടുള്ളത്. കുടിവെള്ളമുണ്ട്, വസ്ത്രമുണ്ട്, മരുന്നുണ്ട്, ഭക്ഷണ സാധനങ്ങൾ തുടങ്ങിയ ഏകദേശം ഒരു 3 വലിയ ടോറസ് വാഹനങ്ങളിലുള്ള സാധനമാണ് ഇന്ന് രാവിലെ നമ്മൾ ഈ പോയിന്റിൽ എത്തിക്കുന്നത്. ഇന്നലെ എത്ര മണിക്കാണ് അവിടുന്ന് പുറപ്പെട്ടത്? ഇന്നലെ രാത്രി 9 മണിയോടുകൂടി നമ്മൾ പുറപ്പെട്ടു. നമ്മൾ വിവിധ ഇടങ്ങളിൽ നിന്ന് സ്വീകരിച്ച സാധനങ്ങളുമായിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. എത്ര കളക്ഷൻ പോയിന്റുകളാണ് ഇവിടെ നിലവിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് 3 കളക്ഷൻ പോയിന്റ് ഉണ്ട് എന്നുള്ളതാണ്. ഇനി അതിൻ്റെ ഇവിടുത്തെ ഭാരവാഹികളാണെന്ന് പറയേണ്ടത്. നമ്മൾ മലപ്പുറത്ത് നിന്നാണ്, നമുക്ക് നിർദ്ദേശം കിട്ടിയിട്ടുള്ളത് ഈ കളക്ഷൻ പോയിന്റിൽ കൊണ്ടുവരാൻ. ഇതിൻ്റെ വിതരണം കാര്യങ്ങളൊക്കെ പിന്നീട് ഇവിടുത്തെ കമ്മിറ്റി ചെയ്യാം. തീർച്ചയായിട്ടും അത് അർഹതപ്പെട്ട ഓരോ ക്യാമ്പിലേക്ക് ഇവിടെ നിന്ന് ആവശ്യത്തിനനുസരിച്ച് മാറ്റി കൊടുക്കുന്നതാണ് ചെയ്യുന്നത്.